ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ആയിട്ടാണ്. ഫെറോസിൻ്റെ ടെസ്റ്റ്നെറ്റ് ഇപ്പോൾ കറൻ്റ്ലി ലൈവ് ആയിട്ടുണ്ട്. ഫെറോസ് എന്ന് പറയുന്നത് ഒരു ലെയർ 1 EVM ചെയിൻ ആണ്, സ്പെഷ്യലി ഫോർ RWA. ഹൈ പെർഫോംഡ് വെരി ഫാസ്റ്റ് നെറ്റ്വർക്ക് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 30K ട്രാൻസാക്ഷൻ ആണ് പെർ സെക്കൻഡ് എന്ന് അവർ ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ലെയർ 1 നെറ്റ്വർക്ക് ടെസ്റ്റ്നെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് മിസ് ചെയ്യാതെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലെയർ 1 ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിവാർഡ്സ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം വാലറ്റ് കണക്ട് ചെയ്യണം. മെറ്റാമാസ്കോ സെറിയോണോ OKXോ ഏതെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ലെയർ 1 നെറ്റ്വർക്ക് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തനി നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവരുടെ നെറ്റ്വർക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ നെറ്റ്വർക്ക് ആഡ് ചെയ്യുക. നെറ്റ്വർക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ചെക്ക് ഇൻ കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്, മിസ് ചെയ്യാതെ ഡെയിലി ചെയ്യുക. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഡിപ്പോസിറ്റ്, സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സോഷ്യൽ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പം താഴോട്ട് വരുമ്പോഴത്തേക്കും സോഷ്യൽ ടാസ്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ പേജ് ഫോളോ ചെയ്യുക, അവരുടെ ട്വീറ്റ്സിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സോഷ്യൽ ടാസ്ക് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യുക. ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഫുള്ള് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സോഷ്യൽ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ ടെസ്റ്റ്നെറ്റ് ടാസ്ക് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ്നെറ്റ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് നമുക്കിവിടെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ആവശ്യമാണ്. സോ നമുക്ക് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യാം. അതിനായിട്ട് ഹോമിൽ പോവുക. ദെൻ നമുക്കിവിടെ നിങ്ങൾക്ക് ഫോസെറ്റ് കാണാവുന്നതാണ്. അപ്പോൾ 0.2 ഫെറസ് ടോക്കൺസ് ആണ് നമുക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെരിഫൈ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് നീഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറൊരു സൈറ്റിലേക്കായിരിക്കും പോവുക. ഇവിടെ താഴെ വരുമ്പോഴത്തേക്കും 2 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരെണ്ണം കമ്മിങ് സൂൺ ആണ്, ഒരെണ്ണം നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ നിങ്ങളത് ക്ലെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക. ക്ലെയിം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് വാലറ്റ് അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ഫെറസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളവിടെ ഫെറസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലോഗിൻ ചെയ്യുക. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഞാൻ വാലറ്റ് അഡ്രസ്സ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുക. ദെൻ നിങ്ങൾ സെൻഡ് ടോക്കൺസ് കൊടുത്ത് നിങ്ങളുടെ ടോക്കൺസ് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടോക്കൺസ് കുറച്ച് ലഭിക്കുന്നതാണ്. ദെൻ തിരിച്ച് നമുക്ക് നമ്മുടെ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽസ് കൂടുന്നതായിട്ട് കാണാം. ലെവൽ 1 നിന്ന് ലെവൽ 2ലേക്ക് പോകുന്നതും ലെവൽ 2 നിന്ന് 3ലേക്ക് പോകാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ലെവൽസ് അപ്പാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എനിവേ നമുക്കിനി ടെസ്റ്റ്നെറ്റ് ടാസ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടാസ്ക് കാണാനായിട്ട് സാധിക്കും, സ്വാപ്പും ഡിപ്പോസിറ്റും. അതായത് ലിക്വിഡിറ്റി ആഡ് ചെയ്യാനും സ്വാപ്പ് ചെയ്യാനുമാണ് നമുക്ക് ഈ 2 ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് സ്വാപ്പ് ചെയ്യാം. സോ നിങ്ങൾ സ്വാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറൊരു ഡാപ്പിലേക്കായിരിക്കും പോവുക. ഇവിടെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെറ്റാമാസ്കോ OKXോ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എറേഴ്സ് ഉണ്ടാവും. ഞാൻ 3 കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, മെറ്റാമാസ്ക്, OKX, സെറിയോൺ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് സെറിയോൺ ആണ് കൂടുതൽ ബഗ് ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ആവുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. മെറ്റാമാസ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ബഗ്ഗാണ്, അതേപോലെ ഒത്തിരി ടൈം എടുക്കും ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവാനായിട്ട്. സോ നമുക്ക് അത്രയും ടൈം വെറുതെ നമ്മൾ കളയണ്ട. അപ്പോൾ എൻ്റെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് വെച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കുറേ ടോക്കൺസ് കാണാവുന്നതാണ്. USDC, USDT, റാപ്ഡ് PHRS ടോക്കൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ USDC ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എമൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ സ്വാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ കുറച്ച് എമൗണ്ട് കൊടുക്കുക. ദെൻ നിങ്ങൾ USDC ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ സ്വാപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു 30-40 സ്വാപ്പൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേ സ്വാപ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബോട്ട് ആക്ടിവിറ്റിയിൽ ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ അത്രയും നിങ്ങൾ സ്വാപ്പ് ചെയ്യാതിരിക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ പെയറുകളിൽ വ്യത്യസ്തമായ എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ബോട്ടാണ് എന്നവർക്ക് തോന്നുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ബോട്ടെന്നുള്ളൊരു രീതിയിൽ വരരുത്. ഓക്കെ, ആ ഒരു രീതി അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്വാപ്പ് ചെയ്യാം. മാക്സിമം എത്രത്തോളം സ്വാപ്പ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് പോയിൻറ്റ്സ് കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാം സ്വാപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിനായിട്ട് പൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പൂൾസ് എടുക്കുക. ഇവിടെ ന്യൂ പൂൾ നിങ്ങൾക്ക് കാണാം. ന്യൂ പൂൾ സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് ടോക്കൺ പെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. PHRS USDC ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ USDC മാത്രം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. PHRS അവിടെ തന്നെ ഉണ്ട് ഓൾറെഡി. ദെൻ നമുക്കിനി ഇവിടെ PTIR സെലക്ട് ചെയ്യണം. 0.30% ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇഷ്ടമുള്ളൊരു എത്ര ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് റേഞ്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഫുൾ തന്നെ അവിടെ കൊടുക്കുക. ദെൻ റേഞ്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ ലിക്വിഡിറ്റി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഡെയിലി നിങ്ങൾ സ്വാപ്പും ലിക്വിഡിറ്റിയും ചെയ്യുക. അപ്പോൾ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തന്നെ നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് ടെസ്റ്റ്നെറ്റ് പേജിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ നമുക്ക് സെൻഡ് ടു ഫ്രണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് സെൻഡ് ടു ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ സെൻഡ് ടു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് PHRS ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു ട്രാൻസാക്ഷനായിട്ട് തന്നെ അവർ കണക്കാക്കും. ഇതിലൂടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് നേടാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല ഇത് ചെയ്യുന്നത് അവർക്ക് PHRS സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും പോയിൻറ്റ്സ് നേടാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് എക്കോസിസ്റ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എക്കോസിസ്റ്റം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ഡാപ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ മോസ്റ്റ്ലി എല്ലാം തന്നെ കമ്മിങ് സൂൺ ആണ്. അപ്പോൾ അതിൽ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ ചെയ്ത സ്വാപ്പും ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്നതൊക്കെ. അപ്പം ബാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഈ കമ്മിങ് സൂണായിട്ട് ഉള്ളതെല്ലാം ലൈവ് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അവരുടെ ഡിസ്കോഡിൽ കയറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സും റാങ്കും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം അവരുടെ ഡിസ്കോഡ് സെർവർ എടുക്കുക. സെർവർ എടുത്തതിന് ശേഷം ഇവിടെ താഴേക്ക് വരുമ്പോഴേക്കും ടെസ്റ്റ്നെറ്റ് ഫീഡ്ബാക്ക് അഥവാ കമാൻഡ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ കമാൻഡ് ഓൺലി ആണ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുമല്ലോ, മെസ്സേജ് അയക്കുന്ന ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് /testnetinfo എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാനിവിടെ സ്ലാഷ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദെൻ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കൂടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് വാലറ്റ് യൂസ് ചെയ്തിട്ടാണോ ഈ ഒരു എയർ ഡ്രോപ്പ് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്തത് അതേ വാലറ്റ് അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു റാങ്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് നിങ്ങളുടെ പോയിൻറ്റ്സും റാങ്ക്സും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എൻ്റെ പോയിൻറ്റ്സും റാങ്ക്സും ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എത്ര ലെവലായോ എന്നുള്ളതും എത്ര ട്രാൻസാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, എത്ര ഫ്രണ്ട്സിന് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടേതും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം സ്വാപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ലിക്വിഡിറ്റി ആഡ് ചെയ്യുക. എത്രത്തോളം നിങ്ങളുടെ റാങ്ക്സും ലെവൽസും ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ലെവൽസ് കൂട്ടുക, പോയിൻറ്റ്സ് കൂട്ടുക. ഓക്കെ, അപ്പോൾ നല്ലൊരു എയർ ഡ്രോപ്പ് ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. സോ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം വിലയിരുത്തലിന് ശേഷം മാത്രം കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് നല്ല കിട്ടുന്നത്. ബൈ ഗൈസ്.